ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെമ്പരത്തി സീരിയലിലെ സീതയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെമ്പരത്തി സീരിയലിലെ വിശേഷങ്ങൾ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ റനീഷ റഹ്മാൻ. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അനു അനീസ യൂട്യൂബ് ചാനലിലൂടെ. ഹായ് നമസ്കാരം, എൻ്റെ പേര് സുബീർ ബാബു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ അനു അനീസ ഒഫീഷ്യൽ. എന്താ പറയാന്, സൗത്ത് ഇന്ത്യയിലെ പ്രശസ്ത സീരിയൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതിനെ പറഞ്ഞ് ആദ്യം മോമോസ് എടുക്കാൻ പോയി കൊണ്ടുവന്നത് അത് പറഞ്ഞു. നമ്മൾ ചെമ്പരത്തിയുടെ മൂന്നാമത്തെ ഷെഡ്യൂള് ലൊക്കേഷനിലേക്ക് മൂന്നാമത്തെ ഷെഡ്യൂൾ സ്റ്റാർട്ടിങ് ഡേ. ഞങ്ങൾ ഇന്ന് ലൊക്കേഷനിൽ പോകണം. എവിടെയാണെന്നറിയോ? എവിടെ പൂവാറ് ഒരു റിസോർട്ട്. ഞങ്ങൾക്ക് 3 ദിവസം ഇനി നൈറ്റ് ഷൂട്ടാണ് അവിടെ. അപ്പം ഞങ്ങൾ തകർക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോണത്. 3 ദിവസത്തെ നമുക്ക് ഓരോ ദിവസം ഇടാം. ചിലപ്പോൾ 3 ദിവസത്തെ ഒരുമിച്ചിടാം. കൂടെ വരും. അതെ, വേറെ ഒരു ചാനലിലും കൂടെ വരുന്നത് ഇവളെ ഒരേ വീഡിയോ. ഇവളെ ചാനലിൽ ഒരേ വീഡിയോ ആയിരിക്കും. നീ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇരിക്കണം. അവരൊക്കെ ഒന്ന് തന്നെ ഇരിക്കും. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇൻട്രോ. മുടി വരാം. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്ക്, എല്ലാവരും നോക്ക്. റാണി ചേച്ചി എവിടെ? റാണി ചേച്ചി കാണുന്നില്ല. റാണി ചേച്ചിക്ക് വേറെ പണിയുണ്ട്. വേറെ പണി. അങ്ങനെ നമ്മളെത്തി. ഇനി നമ്മളെ മെമ്പേഴ്സ് ഇതാണ് ശങ്കർ തമ്പി, ശങ്കർ മേക്കപ്പ് മാൻ ശങ്കർ. ഇത് മേക്കപ്പ് മാൻ അസിസ്റ്റന്റ് സജിത്. ഇത് 2 പേരുണ്ടല്ലേ? ഇന്ന് ഡബിളാണല്ലേ? നമ്മളെ ഹെയർ ഡ്രസ്സാണ് നമ്മുടെ എല്ലാമായ റാണി ചേച്ചി. നൈറ്റ് ഷൂട്ടായതുകൊണ്ട് ഞങ്ങൾ ഈവനിങ് ആയപ്പോഴാണ് റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും, ടെലികാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ആയിരുന്നു രമാദേവിയുടെ ഒക്കെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 ദിവസം സൂപ്പർ. എൻ്റെ യൂട്യൂബ് ചാനലാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ. ഈ കാലന്റെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന നിന്നെ നീ ഒന്ന് പരിചയപ്പെടുത്ത്. എൻ്റെ പേര് ശരത്ത്. ഞാൻ എന്താ പറയാന്, സൗത്ത് ഇന്ത്യയിലെ പ്രശസ്ത സീരിയൽ ഞാൻ എന്തു നീ തയ്യാറെടുത്തിട്ട് ഒന്നുകൂടെ പറയണേ. അപ്പൊ ഇതിലേതാ നല്ലത് നോക്കാനാ. നീ പറടാ. ഹായ് നമസ്കാരം, എൻ്റെ പേര് സുബീർ ബാബു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ അനു അനീസ ഒഫീഷ്യൽ. അപ്പോൾ എല്ലാവരും ചാനൽ അല്ലേ? അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ പുതിയ സീരിയൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് തുടങ്ങിയില്ല, ഫസ്റ്റ് വീഡിയോ ആണ്. സീരിയലിനെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞില്ല, നീ പറ. ഒന്നുകൂടി പറയണം. പറഞ്ഞോ. ഞങ്ങളുടെ പുതിയ സീരിയലായ ചെമ്പരത്തിയെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കൂടാതെ അനു അനീസ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയണേ. ഞാൻ രാവിലെ പറഞ്ഞതാണ്. ഞങ്ങളെ ഇൻട്രോ എടുത്ത പിടിച്ചോ? വലിയമ്മ പിടിച്ചോ? പറ. നമ്മുടെ ചെമ്പരത്തിയെ കുറിച്ച് പറഞ്ഞാൽ മതി അല്ലേ? പേര് പറ. എൻ്റെ പേര് രാജേശ്വരി. ഞാൻ ചെമ്പരത്തി സീരിയലിൽ മുത്തശ്ശിയായിട്ട് വേഷം ചെയ്യുന്നു. ഭാനുമതി മുത്തശ്ശിയായിട്ട് വർക്ക് ചെയ്യുന്ന അഭിനയിക്കുന്നു ഒരുപോലെ അഭിനയിക്കുന്നു. എൻ്റെ കൂടെ വരുന്ന എൻ്റെ പിള്ളേരെല്ലാവരും നല്ല കുട്ടികളാണ്. അവരൊക്കെ നല്ല ക്യാരക്ടർ ചെയ്യുന്നു. ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് അനു. പിന്നെ എല്ലാവരോടും ഞങ്ങളുടെ ഈ സീരിയൽ കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നു. ഞാനിവിടെ ഒരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ അവന് മിണ്ടണ്ട, അവനോട് ചോദിക്കുമ്പോൾ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കാണുക, കമന്റ് ചെയ്യുക. താങ്ക്സ്. നമ്മുടെ ചെമ്പരത്തിയെ കുറിച്ച് പറ.
ചെമ്പരുത്തി എന്ന സീരിയൽ സീ കേരളത്തിൽ നവംബർ 17 മുതൽ രാത്രി 8 മണിക്ക് ടെലികാസ്റ്റ് ആകുകയാണ്. അപ്പോൾ എല്ലാവരും കാണണം. ചെമ്പരത്തിലൂടെ ദുർഗയും വരുന്നുണ്ട്. ഈ 2 സീരിയൽ എല്ലാവരും കാണണം. നല്ല രീതിയിൽ കണ്ടാൽ മാത്രമേ. ഇതിൽ ഒരു പാവം ഒരു ക്യാരക്ടറാണ്. ഇവിടുത്തെ മാഡത്തിൻ്റെ കൂടെ നിന്ന് മാഡത്തിൻ്റെ കാര്യങ്ങൾ ആ മാല ഒരു മാലയെക്കുറിച്ച് അന്വേഷിച്ച് പോകുന്ന ഒരു മാലയാണ് നമ്മുടെ കഥയിൽ നായകനും നായിക. അല്ല അതൊക്കെ ഓക്കെ, നിന്റെ ക്യാരക്ടർ പാവമാണ്. പഞ്ചപാവം എന്ന് പറയാൻ പറ്റത്തില്ല. ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ചെറിയ ചെറിയ വികൃതികൾ. താങ്ക് യു. ഇല്ല, എന്റെ യൂട്യൂബ് ചാനലാ. എന്താ പേര്? അനു അനീസ ഒഫീഷ്യൽ. ഓ, എനിക്കൊരു കോമ്പറ്റീഷൻ ആവുമല്ലോ. എന്താ അനു അനീസ അനീസ എന്താ പറയണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ സീരിയലിനെ കുറിച്ചൊക്കെ പറഞ്ഞാലും അത് നീ പറഞ്ഞു. അതെ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ റനീഷ റഹ്മാൻ. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അനു അനീസ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചെമ്പരത്തി സെറ്റിലുള്ള ബാക്കി വിശേഷങ്ങളും ആർട്ടിസ്റ്റുകളുടെ കലാപരിപാടികളെല്ലാം കാണാനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇടയിൽ കൂടെ എൻ്റെയും കൂടെ പ്രൊമോഷൻ. റനീഷ റഹ്മാൻസ് യൂട്യൂബ് ചാനൽ മറക്കരുത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യും. അതെ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ കാണാൻ പോകുന്നത് അനുചേച്ചി ഇങ്ങനെ വീഡിയോ എടുക്കും, ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരേ 2 ചാനൽ അതായത് ഞങ്ങളുടെ ചെമ്പരത്തി സെറ്റിൽ കംപ്ലീറ്റ് വ്ളോഗേഴ്സ് ആണ്. അവിടെ തിരിഞ്ഞാലും ഇവിടെ തിരിഞ്ഞാലും വ്ളോഗേഴ്സ്. അവിടെ ഒരാൾക്കുണ്ട്, അവനുണ്ട്. പക്ഷെ ആള് മെനക്കെടുന്നതേ ഉള്ളൂ. ഇനി എല്ലാവരും മെനക്കെടും. ഇനിയിപ്പോ തട്ടിയാലും മുട്ടിയാലും ഫുള്ള് വ്ളോഗേഴ്സിന്റെ തട്ടുമുട്ടാണ്. അതായത് ആരും ഷോർട്ട് റെഡി എന്ന് പറഞ്ഞാൽ ആരും പോവില്ല. കാരണം എല്ലാവരും മൊബൈലും പിടിച്ചിട്ട് ഇരിപ്പായിരിക്കും. ഓരോരുത്തരും മെല്ലെ ചവിട്ടാൻ തുടങ്ങുന്നവർ. അപ്പം ഞങ്ങളുടെ സെറ്റ് വർക്കൊക്കെ ഇങ്ങനെയാണ്. ആദ്യത്തെ ദിവസമാണ് കേട്ടോ ഇത്. നമ്മുടെ ഷൂട്ടിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് എടുത്തത്. പക്ഷേ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2 ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത 2 ദിവസത്തെ ഇത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചു. പിന്നെ എപ്പിസോഡ് വരേണ്ട ഒരു താമസം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ കുറച്ച് പഴയ വീഡിയോസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലെടുത്ത് പുറത്തേക്ക് ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ വീഡിയോസ് എന്തായാലും ചെയ്യാം. ചെമ്പരത്തി സെറ്റിലുള്ള വിശേഷങ്ങളൊക്കെ നന്നായിട്ട് എല്ലാവരിലോട്ടും എത്തിക്കാം. അപ്പോൾ സീരിയൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. റേറ്റിങ്ങിലൊക്കെ അത്യാവശ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇതുപോലെ തന്നെ വേണം. പിന്നെ മറ്റേ മദ്യമാണോ? ഇത്ര ലോങ്ങിറ്റ്യൂഡ് ആക്ടിറ്റ്യൂഡ് ഉണ്ട്. അതിൽ 1.2% ഇവിടെ, 3 അവിടെയാണ്. അശാംശം ദശാംശം അതൊന്നും മാറ്റി. ഇവനീ അശാംശം ദശാംശം എന്നൊക്കെ പറയും. നീ എന്ത് വഴിയാ നീ അറിയാമെന്ന് ചോദിച്ചാൽ എന്ത് വഴിയാ പോകുന്നത്? കൊള്ളല്ലോ, നല്ല ഇപ്പൊ എവിടെ എടുത്തോണ്ട് വരാനാ ഗ്ലോബ്? ഭൂമി ഇങ്ങനെയല്ല, ഭൂമി ഇങ്ങനെ ചരിഞ്ഞാണ്. അപ്പൊ എവിടെ വരും? അതിന്റെ ആ ഒരു രേഖ പോകുന്ന സ്ഥലങ്ങൾ. അങ്ങനെയാണെങ്കിൽ വല്ല കണ്ണൂരോ കാസർഗോഡോ എങ്ങാനും വരുമ്പോ അടുത്താണ് അടുത്താണെന്നേ ഉള്ളൂ. ആണ് എന്ന് നമ്മൾ പറയുന്നില്ല. ആണ് എന്ന് പറയുമ്പോഴാണ് അത് ഉറപ്പാക്കുന്നത്. അല്ല എന്ന് പറയുമ്പോൾ അത് ഉറപ്പാക്കുന്നില്ല. അടുത്താണ് ആണ്. ആണാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ എന്താ നമ്മളെ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. എറണാകുളം മധ്യ കേരളമാണോ അല്ലേ? ഭൂമധ്യം വിട്. ഇതെന്തായാലും 3 കിട്ടും. അത് പറയും. ഭൂമധ്യം വിട്. എടാ ഭൂമധ്യം വിട്. ഇനി മധ്യ കേരളം പറയും. ഞങ്ങളുടെ ക്ലബിൽ സമ്മാനമായിട്ട് എത്ര സമയമുണ്ട്? നമുക്കിവിടെ എത്ര സമയമുണ്ട്? IST, Indian Standard
GST ഉണ്ട്. GST ഞാൻ പറഞ്ഞു ഒരുപാടുണ്ട്. സമ്മതിച്ചു കൊടുക്കാം, കഷ്ടപ്പെട്ടവരും പറഞ്ഞല്ലോ. വാഴക ചർച്ച നടന്നു വിചാരിക്കും. 3 വാഴകൾ. ആ അല്ല, മധ്യ കേരളം തീരുമാനമായില്ല. എവിടെ? കൊച്ചി. സമ്മതിച്ചു തന്നല്ല, നീ പറയുന്ന കായംകുളമാണോ? ഞാൻ അതിന് മൂളി. നീ പറഞ്ഞ കായംകുളമാണോ? നായകനല്ലേ, അവനെ ഇതാക്കാൻ ആ പറ്റും. പിന്നെ അത് സാരമില്ല. നീ ഞാനിനി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞ ശരിക്കും എനിക്ക് ട്രോള് വീഴും. ഞാൻ പറഞ്ഞ തെറ്റെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുത്താൽ എവനല്ലേ വീഴത്തുള്ളൂ. എവന് വീഴണം. കൊടിയാണെങ്കിലും ഇത് ഇടാൻ പറ്റും, മാന്യമായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഇടാൻ പറ്റും. ഞാനിടും. അങ്ങനെ കൈ സ്മോളിൽ നിന്നുള്ള തർക്കം കഴിഞ്ഞ് ഞങ്ങള് ഞങ്ങള് റെസ്റ്റോറൻറ്റിലെത്തി. ഇത് പൊളിച്ചില്ലേ ഷൂട്ടിനിടയിൽ തിന്നാൻ പറ്റണത്? നല്ല എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. ശരത്തിന്റെ ക്രഷ് പാവം നോക്കിയാലേ. ഹലോ എടാ സ്റ്റോറേജ് ഫുള്ള്. ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ സ്റ്റോറേജ് ഫുള്ളോ? ഓർബിറ്റ്. ആ ചിഹ്നം നോക്കിയടി. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അതിന് മോമോസ് എടുക്കാൻ പോയി കൊണ്ടുവന്നത്. അവിടെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുവന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിരുന്നു സത്യം. എനിക്ക് പുള്ളി എനിക്കും പ്രമോദന്റെ അന്ന് ഫ്രീ ആയിട്ട് പുള്ളി പറയാം. നിങ്ങൾ എന്താ ഓർഡർ ചെയ്തത്? ചായ മോമോസ്. വരട്ടെ വരട്ടെ. ഇനി ആരെങ്കിലും അന്വേഷിച്ച് വരുമോ നമ്മളെ? നമ്മളിവിടെ ഇങ്ങനെ ഒരു സെർവ് ചെയ്യണ ചായ. ഓക്കെ, ദീപു കഴിക്കാം. ഞാൻ ഈ മോമോസ് നിങ്ങൾ വെറുതെ കരുതിയിരിക്കണത് വെച്ചോട്ടെ. ഞങ്ങളൊരു എടാ എടുക്കടാ. കുടിച്ചോ, എനിക്ക് വരട്ടെ. ചൂടായിട്ട് മതി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ഷവർമയും കൂടി ഓർഡർ ചെയ്തു. യൂട്യൂബ് ചാനലുണ്ടോ? JP's വ്ലോഗ്സ് തുടങ്ങിയിട്ട് 7 വർഷമായി. പക്ഷേ ഇതുവരെ ഒരു വീഡിയോ പോലും യൂട്യൂബ് ചാനലുണ്ടോ ഗൈസ്? എന്താണ് പേര്? എന്റേത് അഞ്ജന ബാല, അടിയിലെ അമ്മൂട്ടി ഡയറീസ്. പറഞ്ഞു. എന്നിട്ട് നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടമാണോ? അവൾ യെസ് എന്ന് പറഞ്ഞു. റിയാക്ഷായി നോക്കുമ്പോൾ അവൻ അവളെ വിളിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു. ആക്ഷൻ. സ്റ്റേജില് നോക്കാം. അങ്ങനെ നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ റൂമിലെത്തിയത് തന്നെ വെളുപ്പിന് ഒരു 4 മണിക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പ്രിവ്യൂ ഉണ്ടായിരുന്നു, പ്രിവ്യൂ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു നവംബർ 17-ന്. അപ്പോൾ നമ്മുടെ സീരിയൽ തിയേറ്ററിൽ ആദ്യമായിട്ട്, സീരിയൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സീരിയൽ ഫസ്റ്റ് എപ്പിസോഡ് തിയേറ്ററിൽ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി 11 മണിക്കാണ് ഷോ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഓൾ മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ചെമ്പരത്തിയിൽ തന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. രൂപയെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ശരിക്കും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നും. അപ്പോൾ ഓക്കെ, ബൈ.